Hello friends, welcome to channel. എല്ലാവർക്കും goodhappenshere എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഒരു LGയുടെ ഒരു സ്മാർട്ട് ഇൻവെർട്ടർ വാഷിംഗ് മെഷീനെ കുറിച്ചാണ്. അപ്പോൾ ഇതൊരു 6.5 kgയുടെ ഒരു ഇൻവെർട്ടർ വാഷിംഗ് മെഷീനാണ്, 5 സ്റ്റാർ ആണ് കേട്ടോ. പിന്നെ ഇതിന് MRP വരുന്നത് ഒരു 23-24 വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചത് ഇപ്പോൾ ഒരു ഏകദേശം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ 20 ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആമസോണിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊരു 19,000 അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാണാം ഓട്ടോ റീസ്റ്റാർട്ട് ഫീച്ചറുള്ളതാണ്, 10 year വാറണ്ടി വരുന്നതാണ്. പിന്നെ അതിൻ്റെ എനർജി കൺസപ്ഷൻ കൊടുത്തിരിക്കുന്നത് 0.0113 ആണ് വരുന്നത്. 6.5 kg നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കറക്റ്റ് ക്ലിയർ ആയിട്ട്. അപ്പോൾ ഒരു ഗ്രേ കളറാണ് കേട്ടോ. പിന്നെ നമ്മുടെ മറ്റേ ഓട്ടോ ലിഡാണ്, നമ്മുടെ എന്താ സ്മൂത്ത്ലി ഓടാണ് ലിഡ് ടൈപ്പാണ് LGയുടെ എല്ലാം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ്. പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സുകളും റിച്ച് ആയിട്ടുള്ള സംഭവമാണ്. സ്മാർട്ട് ഇൻവെർട്ടറിൻ്റെ ബ്രാൻഡിങ്ങാണ് കാണുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇവിടെ നിങ്ങൾക്ക് അറിയാം ഗ്ലാസ് ഡയമണ്ട് ഗ്ലാസിൻ്റെ ആണ് കേട്ടോ, പൊട്ടാത്ത അൺബ്രേക്കബിൾ ഗ്ലാസ് ആണ് ആക്ച്വലി ഇത് വരുന്നത്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇരിക്കുന്നത് ഇൻവെർട്ടർ ടെക്നോളജി എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രസ് ആൻഡ് ഹോൾഡ് 3 seconds ഫോർ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഫങ്ഷൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബീപ്പർ, വാട്ടർ ലെവൽ, വാഷ്, റിൻസ് ഫീച്ചർ, സ്പിൻസ്, അതിൻ്റെ പ്രോഗ്രാംസുകളൊക്കെയാണ് കൺട്രോളും കൊടുക്കുന്നത്. പിന്നെ ഒരു സ്മാർട്ട് ഡയഗ്നോസിസ് ഫീച്ചറും ഉണ്ട്, നിങ്ങൾക്ക് അറ്റത്ത് കാണാം. അത് നമുക്ക് ആപ്പിൽ കൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു സ്മാർട്ട് ഫീച്ചറാണ്. അപ്പോൾ ലിഡ് നമുക്ക് ഓപ്പൺ ആയിട്ട് ഉള്ളിൽ ഇങ്ങനെയാണ് കാണുന്നത്. നമുക്ക് അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, വാഷ് ചെയ്ത് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇട്ടതാണ് ആക്ച്വലി. അപ്പോൾ ഉള്ളിൽ സ്റ്റെയിൻലെസ് ട്രിം തന്നെയാണ്, ഇപ്പോൾ എല്ലാത്തിലും സ്റ്റെയിൻലെസ് ട്രിം ആണല്ലോ വരുന്നത്. പിന്നെ ഫിൽറ്റർ വരുന്നുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഫിൽറ്ററിൻ്റെ ഫുൾ ഓപ്പൺ ആയിട്ട്. അപ്പോൾ ഞാൻ ലിഡ് ഞാൻ നേരത്തെ പറഞ്ഞുണ്ട് ഓട്ടോ ലിഡാണ്, നമ്മുടെ ഫാസ്റ്റായിട്ട് സ്മൂത്തായിട്ട് ഇങ്ങനെ പോകുന്ന ലിഡാണ് ആക്ച്വലി വരുന്നത്. പിന്നെ അതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കാണാം, ബാക്ക് സൈഡിൽ കുറച്ച് അതിൻ്റെ ഡയഗ്രാം സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് ആക്ച്വലി. പിന്നെ അതിൻ്റെ മോഡൽ നമ്പറും അങ്ങനത്തെ കുറേ സ്റ്റിക്കേഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ ഞാൻ ഒന്ന് അടുത്ത് കാണിച്ചു തരാം. അതിൻ്റെ കുറച്ച് കപ്പാസിറ്റിയും വെയിറ്റും ഒക്കെയാണ്, 31 kg വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ അവരുടെ ഒരു ബ്രാൻഡിങ് സ്റ്റിക്കറാണ് അതൊക്കെ സൈഡിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഹാൻഡിലും ഉണ്ട്, നമുക്ക് എന്താ പിടിച്ച് പൊക്കാനും അങ്ങനത്തെ ഒരു ടൈപ്പുള്ള ഹാൻഡിലും ഉണ്ട്. പിന്നെ വരുന്നത് നമുക്ക് നമ്മുടെ നോർമലി വരുന്ന ബാക്കിലാണ് ഫുൾ വയറിങ്ങും, അതേപോലെ നമ്മുടെ വാട്ടർ കണക്ഷനൊക്കെ വരുന്നത്. ഇത് അതിനോട് കിട്ടിയതാണ് സ്കെയിൽ സ്കെയിലിംഗ് പൗഡർ. നമുക്ക് LGയുടെ 2 ഫ്രീ കിട്ടിയിരുന്നു, പിന്നെ ഇപ്പോൾ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഒരു മാസത്തിൽ അല്ലെങ്കിൽ 2 മാസത്തിലിടയ്ക്ക് നമുക്ക് സ്കെയിലിംഗ് പൗഡർ ഇട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മിന് ക്ലീനായിട്ട് നല്ല ക്ലീനായിട്ട് ഇരിക്കും. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ പാനസോണിക്കിൻ്റെ മുമ്പ് നോക്കിയപ്പോൾ അതിന് നമ്മൾ വേറെ ഒരു ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് പാനസോണിക്കിൻ്റെ വാഷിംഗ് മെഷീൻ്റെ വീഡിയോ നിങ്ങൾക്ക് ചാനലിൽ പോയി കാണാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ മുകളിൽ കൊടുക്കാം. നമ്മുടെ ലിങ്ക് നിങ്ങൾക്ക് ടോപ്പിൽ കാണാൻ പറ്റും അതിൻ്റെ വീഡിയോ ലിങ്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ നോക്കിയാലും കിട്ടും ഇഷ്ടംപോലെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ് ആക്ച്വലി, അത് നോർമൽ സെയിം തന്നെയാണ് ബാക്ക് സൈഡ്. പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ വെക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പൈപ്പ് നമ്മുടെ കുറച്ച് ഡിഫറെൻ്റ് നമുക്ക് അറിയുന്നതായിരിക്കും. പൈപ്പ് നോർമൽ പൈപ്പല്ല, ഇങ്ങനെ എക്സ്ട്രാ വലിച്ച് വെക്കുന്ന പൈപ്പാണ് ആക്ച്വലി. എല്ലാത്തിനും തന്നെ വരുന്നതിന് ഓട്ടോമാറ്റിക്കിന് എല്ലാത്തിനും. ഇനി നമുക്കൊന്ന് വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ക്യാമറ പോർട്രേറ്റ് മോഡ് ആക്കിയിട്ടുണ്ട് ആക്ച്വലി. നമ്മുടെ വാഷിംഗ് ഒക്കെ കറക്റ്റ് എടുക്കുമ്പോൾ എനിക്ക് കറക്റ്റ് പിടിക്കാൻ പറ്റണമെന്നില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ കാരണമാണ് നമ്മൾ പോർട്രേറ്റ് മോഡിലാക്കിയത്. എന്നാലും നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫുൾ വ്യൂവിൽ കിട്ടില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലെ തന്നെ നമുക്കൊന്ന് എന്തായാലും ഒരു ഓവറോൾ വ്യൂ ഒക്കെ ഒന്ന് കാണാം. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലോ ഒന്ന് കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫിൽറ്റർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫിൽറ്റർ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ആ കാണുന്ന ബ്ലൂ കളറിൽ കാണുന്നുണ്ടോ, അതാണ് നമ്മുടെ ഫിൽറ്റർ വരുന്നത്. അത് ശരിക്കും നമുക്ക് അത്യാവശ്യം ഡെയിലി ക്ലീനിങ് ഒന്നും ആവശ്യമില്ല, എല്ലാത്തിനുള്ള ഫിൽറ്റർ പോലത്തെ ടൈപ്പ് തന്നെ. പക്ഷേ ഇതിന് അവർ പറയുന്ന പേര് മാജിക് ഫിൽറ്റർ എന്ന് അങ്ങനത്തെ ഒരു പേരൊക്കെയാണ് പറയുന്നത്.
ഇതാണ് നമ്മുടെ ഫിൽറ്റർ. ഇതിൻ്റെ ഉള്ളിൽ അത് എല്ലാം കളക്ട് ചെയ്ത് വയ്ക്കും. അങ്ങനെയാണിത് നമ്മുടെ ഈ ഡേർട്ടും അതേപോലെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ക്ലോത്തിൻ്റെ തന്നെ ഈ തുണികളും അതുപോലെ കോട്ടൺ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതിൽ എക്സ്ട്രാ ഇത് വലിച്ചു വയ്ക്കിയത് അതങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ വേണമെങ്കിൽ ഫുള്ളായി കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് താഴെ കാണുന്നതാണ് അതിൻ്റെ ഫാനുകൾ, അതിൻ്റെ റൊട്ടേഷൻ കൺട്രോൾ ചെയ്യുന്ന ഫാനുകളാണ് ആക്ച്വലി. പിന്നെ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടുള്ള വീഡിയോ വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വാഷിങ്ങും ഒന്ന് കാണാം. അതിന് മുമ്പ് നേരത്തെ കണ്ട പോലെ തന്നെ നമുക്കൊന്ന് ഓവറോൾ വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നോക്കാം. എന്തായാലും അതിൻ്റെ വാഷിംഗ് മോഡൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തായാലും പവർ ഓൺ ചെയ്യാം. മെയിൻ പവർ ഇവിടെ എക്സ്ട്രാ കൊടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി കണക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ എക്സ്ട്രാ നമ്മുടെ സ്വിച്ചും കണക്ഷൻസൊക്കെ എക്സ്ട്രാ എടുത്താണ്. ഇപ്പോൾ ഓൾറെഡി ക്ലോത്ത് ഇട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് അമർത്തേണ്ട ആവശ്യമുള്ളൂ. അറിയേണ്ടായിരിക്കും ഓട്ടോമാറ്റിക്കലി ജസ്റ്റ് സെർച്ച് അമർത്തിയാൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് മോഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്വിക്ക് മോഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നോർമലി ക്വിക്ക് മോഡൊക്കെ ഞാൻ എടുക്കാറ്, എന്ന് വെച്ചാൽ വേഗം കഴിയുമല്ലോ. അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് ഒക്കെ എടുക്കുന്നത് എക്സ്ട്രാ ഡിറ്റക്ട് ചെയ്തിട്ട് കറക്റ്റ് നോക്കണമെങ്കിൽ 40 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പോൾ ഓൺ ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ കൺട്രോൾസുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റി വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ തന്നെ ജസ്റ്റ് വെറുതെ സ്റ്റാർട്ട് ചെയ്താലും മതി. എല്ലാ ഓട്ടോമാറ്റിക്കലും പോലെ തന്നെയാണ്, അത് ഓട്ടോ ഡിറ്റക്ട് ചെയ്തോളൂ. നമുക്ക് എല്ലാം കുറയ്ക്കണമെങ്കിലും അതേപോലെയൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് വാട്ടർ ലെവൽ കുറയ്ക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതിനുള്ള സ്വിച്ചുകളാണത്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ആക്ച്വലി. ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് വെറുതെ പവർ ഓൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് പിന്നെ എല്ലാം അതേപോലെ ചെയ്തോളാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് അവിടെ ലൈറ്റുകൾ എത്തുന്നുണ്ടോ. ആദ്യം വാഷ് ചെയ്യും, പിന്നെ അത് റിൻസ് ചെയ്യും, പിന്നെ സ്പിൻ ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് തരും. അങ്ങനെയാണ് നോർമൽ എല്ലാ വാഷിംഗ് മെഷീനും വരുന്ന പോലെ തന്നെയാണ്. പിന്നെ വേറെ എക്സ്ട്രാ ഫീച്ചേഴ്സുകളൊന്നും ഇല്ല. അപ്പോൾ വാഷിങ്ങിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര ടൈം എടുക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അങ്ങനെ ഫാമിലിക്ക് ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്കിനി അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.